വാഴ്ത്തപ്പെട്ട തേവറമ്പിൽ കുഞ്ഞച്ചനുമായിട്ട് എനിക്ക് ആഴമായൊരു ബന്ധമാണുള്ളത്. കുഞ്ഞച്ചൻ എൻ്റെ അമ്മയുടെ ഒരു അങ്കിളാണ്. എനിക്ക് മാമോദിസ നൽകിയത് ബഹുമാനപ്പെട്ട കുഞ്ഞച്ചനാണ്. അതുകൊണ്ട് ബാല്യകാലം മുതൽ കുഞ്ഞച്ചനുമായി എനിക്ക് ആഴമായൊരു ബന്ധമുണ്ട്. ഞാനെപ്പോഴെല്ലാം രാമപുരത്ത് പോയിരുന്നു, അപ്പോഴെല്ലാം കുഞ്ഞച്ചനെ പോയി കണ്ട് കുഞ്ഞച്ചൻ്റെ ആശീർവാദം വാങ്ങിക്കുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വിടുമായിരുന്നു, രാമപുരത്ത് തിരികെ പോരുന്നതിന് മുമ്പ് കുഞ്ഞച്ചനെ കണ്ട് ആശീർവാദമെല്ലാം മേടിക്കുന്നത്. അങ്ങനെ പലതവണയായ കുഞ്ഞച്ചൻ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞച്ചൻ്റെ ആശീർവാദം വാങ്ങിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കുഞ്ഞച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 1973 ഓഗസ്റ്റ് മാസത്തിലാണല്ലോ കുഞ്ഞച്ചൻ നിര്യാതനായത്. ആ ദിവസങ്ങളിൽ അഭിമന്യ പിതാവ്, വലിയ പിതാവ് നാഗാലാൻഡിലായിരുന്നു. നാഗാലാൻഡിലെ മെത്രാനായ എലഞ്ഞിമറ്റം എബ്രാഹിം എലഞ്ഞിമറ്റൻ പിതാവിൻ്റെ കോൺസെക്രേഷന് പിതാവ് കോഹിമായ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞച്ചൻ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞച്ചൻ്റെ നാമകരണ പരിപാടികളിൽ പലതിലും പങ്കെടുക്കുവാൻ സാധിച്ചു. 2006 രാമപുരത്ത് വെച്ച് കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെടാൻ പ്രഖ്യാപിച്ച അവസരത്തിൽ ഞാൻ സന്നിഹിതനായിരുന്നു. അങ്ങനെ പലതരത്തിലും കുഞ്ഞച്ചനുമായി ഞാൻ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞച്ചനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായിട്ട്, ഒരു നല്ല വൈദികനായിട്ട് മെത്രാനായി ജീവിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നവംബർ 17-ാം തീയതി രാമപുരത്ത് വെച്ച് നടക്കുന്ന കുഞ്ഞച്ചനെ പറ്റിയുള്ള സിമ്പോസിയത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് എനിക്കുള്ള അസുഖങ്ങൾ മൂലം അത് സംബന്ധിക്കുവാൻ എനിക്ക് സാധിക്കാതെയാണ് വരുന്നത്. തീർച്ചയായും ആ സിമ്പോസിയത്തിലൂടെ കുഞ്ഞച്ചൻ്റെ ജീവിത മഹാത്മ്യവും അദ്ദേഹം ദളിതർക്ക് വേണ്ടി നൽകിയ ശുശ്രൂഷകളെല്ലാം പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതകാലം വൈദികൻ എന്ന നിലയിൽ 1921 അദ്ദേഹം പട്ടം കിട്ടിയെങ്കിൽ വൈദികനായെങ്കിലും 22 മുതൽ അല്ലെങ്കിൽ 23 കൊല്ലം മുതൽ എന്നും ദളിത ക്രൈസ്തവർക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എല്ലാ ദിവസവും അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി അവരെ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ എപ്പോഴും ഞാൻ നൽകിയിരുന്നു. ഈ ദളിത് ക്രൈസ്തവരുടെ വലിയ സമ്മാനം നടക്കുന്ന അവസരത്തിൽ അവരുടെ മധ്യസ്ഥനായ കുഞ്ഞച്ചൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി അവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.